നമ്മൾ ആദ്യം പോകുന്നത് ആഫ്രിക്കൻ നേഷൻസ് കപ്പിലേക്ക് തന്നെയാണ്. ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ ത്രസിപ്പിക്കുന്ന ജയത്തോടെ ഈജിപ്ത് ക്വാർട്ടറിൽ കടന്നിരിക്കുന്നു. ബെനിനെതിരെ 1-2 ഗോളുകൾക്കാണ് ഈജിപ്തിൻ്റെ ജയം. ഈജിപ്ത് ക്വാർട്ടറിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മത്സരത്തിൻ്റെ 69-ാം മിനിറ്റിൽ മർവാൻ ആറ്റിലെ ഈജിപ്തിനായി ഗോൾ നേടി. 83-ാം മിനിറ്റിൽ ജോദൽ ജോസുവാണ് ബെനിനായി ഒരു ഗോൾ തിരിച്ചടിച്ചത്. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോയി. യാസർ ഇബ്രാഹിമും മുഹമ്മദ് സലായും ഗോളുകൾ നേടി. മുഹമ്മദ് സലായുടെ ഗോൾ എന്ന് പറയുന്നത് അവസാന നിമിഷമാണ്. എക്സ്ട്രാ ടൈമിൻ്റെ അവസാന നിമിഷത്തിലാണ് ഒരു കൗണ്ടർ അറ്റാക്കിൽ നിന്ന് തുടങ്ങിയ ഒരു നീക്കം അത് സല ഗോളാക്കി മാറ്റുകയായിരുന്നു. ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ മൊസാംബിക്കിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് തകർത്ത് നൈജീരിയ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. വിക്ടർ ഓസിമാൻ ഇരട്ട ഗോളുകൾ നേടി. അഡെമോല ലുക്മാനും അഖോർ ആഡംസുമാണ് മറ്റു ഗോളുകൾ നേടിയത്. ഇന്നിപ്പോൾ ആഫ്രിക്കൻ നേഷൻസ് കപ്പിലെ പ്രീ ക്വാർട്ടർ റൗണ്ടിലെ മത്സരങ്ങൾ അവസാനിക്കുകയാണ്. അൾജീരിയ കോങ്കോയെ നേരിടും. ഐവറി കോസ്റ്റ് ബുർക്കിനോ ഫാസോയെ നേരിടും. ഈ ആദ്യത്തെ മത്സരം രാത്രി 9:30-ക്കും രണ്ടാമത്തെ മത്സരം പുലർച്ചെ 12:30-ക്കുമാണ്. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ 9-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. മാലി സെനഗലിനെ നേരിടും. കാമറൂൺ മൊറോക്കോയെ നേരിടും. ഈ മത്സരം 9-ാം തീയതിയാണ് നടക്കുന്നത്. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളം ഇന്ന് നിർണായക മത്സരത്തിന് ഇറങ്ങുകയാണ്. പുതുച്ചേരിയാണ് എതിരാളികൾ. കഴിഞ്ഞ 5 മത്സരങ്ങളിൽ 3 ജയമാണ് കേരളത്തിനുള്ളത്. അവസാന മത്സരത്തിൽ സഞ്ജു സാംസന്റെയും രോഹൻ കുന്നുമ്മലിന്റെയും സെഞ്ചുറിയുടെ കരുത്തിൽ കേരളം ജാർഖണ്ഡിനെ പരാജയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇന്നത്തെ മത്സരം കേരളത്തിന് നിർണായകമാണ്. ഇന്ന് ജയിച്ചാൽ മാത്രം പോരാ, എതിർ ടീമുകളുടെ പ്രകടനമൊക്കെ കേരളത്തിൻ്റെ മുന്നോട്ടേക്കുള്ള പോക്കിന് ചർച്ചയാകും, വഴിയാകും. അപ്പോൾ ഇന്ന് വലിയ ഹ്യൂജ് സ്കോറിൽ ജയിക്കുക എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ ലക്ഷ്യവും. വിജയ് ഹസാരിൽ മറ്റൊരു പ്രത്യേകത, ഇന്ന് പരിക്കേറ്റ് ഏറെ നാൾ വിശ്രമത്തിലായിരുന്ന ഇന്ത്യൻ ഏകദിന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ കളത്തിലേക്ക് മടങ്ങിയെത്തുന്ന ദിവസം കൂടിയാണ്. വിജയ് ഹസാരെ ട്രോഫിയിലെ ബാക്കിയുള്ള 2 മത്സരങ്ങൾക്കായി ശ്രേയസ് മുംബൈയെ നയിക്കും. മുംബൈയുടെ ക്യാപ്റ്റനാണ്. നിലവിലെ ക്യാപ്റ്റനായ ഷാർദുൽ താക്കൂർ അദ്ദേഹം പരിക്കുപറ്റി പുറത്തായതിന് പിന്നാലെയാണ് ശ്രേയസ് അയ്യരെ ക്യാപ്റ്റനായി മുംബൈ പ്രഖ്യാപിച്ചിരുന്നത്. ഇന്ന് ഹിമാചൽ പ്രദേശിനെതിരെ നടക്കാനിരിക്കുന്ന മത്സരത്തിൽ മുംബൈക്ക് വേണ്ടി ശ്രേയസ് ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ അദ്ദേഹത്തിന് ഇടമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് അത് അത്ര പ്രയാസത്തിലായിരുന്നു. പക്ഷേ ഫിറ്റ്നസ് തെളിയിച്ചാൽ മാത്രമേ അദ്ദേഹത്തെ ടീമിൽ പരിഗണിക്കൂ എന്നും BCCI നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആ സാഹചര്യത്തിൽ ഇന്നത്തെ മത്സരം അദ്ദേഹത്തിന് നിർണായകമാണ്. ഫിറ്റ്നസ് തെളിയിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ഇന്ന് ശ്രേയസ് ഇറങ്ങുകയാണ് ഇടവേളയ്ക്ക് ശേഷം. 14-കാരൻ വൈഭവ് സൂര്യവംശിയുടെ സിക്സർ വൈഭവ് നമ്മൾ വീണ്ടും കാണുകയാണ്. ദക്ഷിണാഫ്രിക്കയുമായുള്ള അണ്ടർ-19 ഏകദിന ക്രിക്കറ്റിലാണ് 2ാമത്തെ മത്സരത്തിലാണ് അദ്ദേഹത്തിൻ്റെ അസാമാന്യമായൊരു പ്രകടനം വീണ്ടും നമ്മൾ കാണുന്നത്. 24 പന്തിൽ 68 റൺസാണ് വൈഭവ് അടിച്ചു കൂട്ടിയത്. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 10 സിക്സറുകൾ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. 68-ൽ 60 റൺസും സിക്സറുകളിലൂടെ അദ്ദേഹം നേടിയിട്ടുണ്ട്. മാത്രമല്ല ആ മത്സരത്തിൽ ഇന്ത്യ 8 വിക്കറ്റിന് ജയിക്കുകയും ചെയ്തു. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 49.3 ഓവറിൽ 245 റൺസിന് പുറത്തായി. മഴ കാരണം ഇന്ത്യയുടെ വിജയലക്ഷ്യം 27 ഓവറിൽ 174 പുതുക്കി നിശ്ചയിച്ചിരുന്നു. 23.3 ഓവറിൽ ഇന്ത്യ ലക്ഷ്യം മറികടന്നു. മറുപടി ബാറ്റിങ്ങിനെത്തിയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൈഭവിൻ്റെ അതിവേഗ സ്കോർ കണ്ടെത്തലാണ് ഇന്ത്യക്ക് തുണയായത്. അപ്പോൾ ആദ്യത്തെ 3 ഓവറിൽ തന്നെ വൈഭവ് 4 സിക്സർ നേടി. 19 പന്തിൽ അദ്ദേഹം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ബംഗ്ലാദേശ് താരങ്ങളെ മത്സരത്തിനായി ഇന്ത്യയിലേക്ക് അയക്കുന്നതിൽ സുരക്ഷിതത്വം തോന്നുന്നില്ല എന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റ് അമിനുൽ ഇസ്ലാം. നിലവിലെ സാഹചര്യത്തിൽ T20 മത്സരത്തിനായി ടീമിനെ ഇന്ത്യയിലേക്ക് അയക്കുന്നതിനാലാണ് BCB ആശങ്ക അറിയിച്ചത്. ഇതിനോടകം തന്നെ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബംഗ്ലാദേശ് മത്സരങ്ങൾ മറ്റൊരിടത്തേക്ക് മാറ്റണമെന്ന് BCB ICCക്ക് മുൻപാകെ ഒരു കത്തയച്ചിട്ടുണ്ട്. ആ കത്ത് എന്തായാലും ICCക്ക് മുന്നിലാണുള്ളത്. ഇന്നോ നാളെയോ അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമുണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളും ദേശീയ മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വളരെ ഒരു തീരുമാനം എന്തായിരിക്കും അക്കാര്യത്തിൽ എന്നുള്ളൊരു ആകാംക്ഷ ക്രിക്കറ്റ് ലോകത്തിലുണ്ട്. അതുപോലെ തന്നെ ബംഗ്ലാദേശ് താരം മുസ്തഫിസുർ റഹ്മാനെ IPL-ൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ IPL സംരക്ഷണത്തിന് വിലക്ക് ഏർപ്പെടുത്തി ബംഗ്ലാദേശ് സർക്കാർ. അനിശ്ചിതകാലത്തേക്കാണ് ബംഗ്ലാദേശ് സർക്കാർ വിലക്കേർപ്പെടുത്തിയത്. കൃത്യമായ കാരണങ്ങളില്ലാതെയാണ് മുസ്തഫിസുർ റഹ്മാനെ പുറത്താക്കിയതെന്നും ഇത് ബംഗ്ലാദേശ് ജനതയെ വേദനിപ്പിക്കുന്നതാണ്, ദുഃഖിപ്പിക്കുന്നതാണ് എന്നൊക്കെ ആ ഉത്തരവിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ലോഗോ മാറ്റണം എന്നുള്ളൊരു ആവശ്യവുമായി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിൻ്റെ മുൻ താരമായ മഷ്റഫെ മൊർത്താസയുടെ ഫോട്ടോയിൽ നിന്നാണ്
IPLന്റെ ലോഗോ ഉണ്ടാക്കിയതെന്നാണ് ഒരു വിഭാഗം ആരാധകരുടെ അവകാശവാദമുള്ളത്. ബംഗ്ലാദേശ് താരം മുസ്തഫിസുർ റഹ്മാനെ IPLൽ നിന്ന് പുറത്താക്കിയ സാഹചര്യത്തിൽ മുൻ ബംഗ്ലാദേശ് ക്യാപ്റ്റൻ കൂടിയായ മൊർത്താസയുടെ ബാറ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തയ്യാറാക്കിയ ലോഗോ ഇനി ഇന്ത്യ ഉപയോഗിക്കരുത് എന്നാണ് ബംഗ്ലാദേശ് ആരാധകരുടെ പക്ഷം. മഷ്റഫെ മൊർത്താസെ 2007 ലോകകപ്പിൽ കളിച്ചപ്പോഴുള്ള ഒരു ഷോട്ടിൽ നിന്നാണ് IPL സംഘാടകർ പ്രശസ്തമായ ലോഗോ കണ്ടെത്തിയത് എന്നാണ് ആരാധകരുടെ നിലപാട്. UK കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വെഞ്ചർ 3 എന്നുള്ള ഒരു ഏജൻസിയാണ് ആ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മഷ്റഫെ മൊർത്താസയുടെ ഷോട്ടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ലോഗോ ഡിസൈൻ ചെയ്തതെന്ന് വർഷങ്ങളായിട്ട് ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ചർച്ചയുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബ്ബുകൾ അവരുടെ പരിശീലകരെ മാറ്റുന്ന കഴിഞ്ഞ ദിവസം ചെൽസി അവരെ പരിശീലകരെ പുറത്താക്കിയിരുന്നു. ഇപ്പോൾ ഇതാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ മുഖ്യ പരിശീലകൻ റൂബൻ അമോറോവിനെ പുറത്താക്കിയിരിക്കുന്നു. തരം താഴ്ത്തൽ ഭീഷണി നേരിടുന്ന ലീഡ്സ് യുണൈറ്റഡുമായി കഴിഞ്ഞ ദിവസം സമനില വഴങ്ങിയതിന് പിന്നാലെയാണ് നടപടി. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 6ാം സ്ഥാനത്താണ്. പ്രീമിയർ ലീഗിലെ സാധ്യമായ ഏറ്റവും മികച്ച സ്ഥാനത്ത് സീസൺ അവസാനിപ്പിക്കാൻ ടീം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെന്ന് ഈ പുറത്താക്കിക്കൊണ്ടുള്ള പ്രസ്താവനയിൽ ക്ലബ്ബ് പറയുന്നുണ്ട്. ലീഗിൽ 1ാം സ്ഥാനത്തുള്ള ആഴ്സണലിനേക്കാൾ 17 പോയിന്റ് പിറകിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അവസാനം കളിച്ച 5 കളികളിൽ 1 മാത്രമാണ് ജയിക്കാനായത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാൻ ഉത്തരവുകൾ പാലിക്കുന്ന വെറും ഒരു കോച്ച് മാത്രമല്ല, പൂർണ്ണാധികാരമുള്ള മാനേജറായാണ് യുണൈറ്റഡിൽ എത്തിയതെന്ന് അമോറിം പറഞ്ഞിരുന്നു. പക്ഷേ ആ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള ക്ലബിൻ്റെ തീരുമാനവും വന്നത്. മുൻ ലോക ബില്യാർഡ്സ് ചാമ്പ്യൻ മനോജ് കോത്താരി അന്തരിച്ചു. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 1990 അദ്ദേഹം ലോക ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത്. മകൻ സൗരവ് കോത്താരിയും ബില്യാർഡ്സ് ചാമ്പ്യനാണ്.